നമസ്കാരം സുഹൃത്തുക്കളെ, റോണ്ട ബേൺ എഴുതിയ കൗണ്ട് ഡൗൺ ടു റീച്ചസ് 21 ഡേയ്സ് ഓഫ് വെൽത്ത് അട്രാക്ടിംഗ് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ മനസ്സിന്റെ ചിന്താഗതി മാറ്റിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ സമൃദ്ധിയിലേക്ക് വളരാമെന്ന് 21 ദിവസത്തെ ലളിതമായ ശീലങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. നമുക്കതിലെ 5-ാമത്തെ ദിവസത്തെ ശീലത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും പ്രാവർത്തികമാക്കുന്നതിന് 3 ഘട്ടങ്ങളുള്ള ഒരു നിർമ്മാണ പ്രക്രിയയുണ്ട്. ചോദിക്കുക, വിശ്വസിക്കുക, കൈപ്പറ്റുക. ആസ്, ബിലീവ്, റിസീവ്. ഇന്ന് നമ്മൾ നിർമ്മാണ പ്രക്രിയയിലെ ആദ്യ ഘട്ടമായ ചോദിക്കുക, ആസ്ക് എന്ന ഘട്ടത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറേബ്യൻ കഥകളിലെ അലൗദ്ദീന്റെയും ജിന്നിന്റെയും കഥ ഓർമ്മയുണ്ടോ? ഈ കഥയിൽ ജിന്ന് അലൗദ്ദീന്റെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചു നൽകുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രപഞ്ചം അത് നിങ്ങൾക്ക് നൽകാൻ സദാ സന്നദ്ധമാണ്. അലൗദ്ദീന്റെ അത്ഭുത വിളക്കിലെ ജിന്ന് യജമാനനോട് യുവർ വിഷ് ഈസ് മൈ കമാൻഡ് എന്ന് പറയുന്നത് പോലെ പ്രപഞ്ചം നിങ്ങളുടെ ഓരോ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഒരു കൽപ്പനയായി സ്വീകരിക്കുന്നു. ജീവിതം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ചു തരാനാണ് ഈ കഥ സൃഷ്ടിക്കപ്പെട്ടത്. ജിന്ന് എന്നത് പ്രപഞ്ച നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അലൗദ്ദീനോ, അത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും പ്രപഞ്ച നിയമം എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തകൾ അടങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങൾ എപ്പോൾ ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നാണ് പ്രപഞ്ചം കരുതുന്നത്. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണെന്നും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നും പ്രപഞ്ചം കണക്കാക്കുന്നു. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ യജമാനനാണ്. നിങ്ങളെ സേവിക്കാനാണ് പ്രപഞ്ചം ഇവിടെയുള്ളത്. പ്രപഞ്ചം ഒരിക്കലും നിങ്ങളുടെ കൽപ്പനകളെ ചോദ്യം ചെയ്യില്ല. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ ആളുകളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും നിങ്ങളുടെ ആഗ്രഹം നിവർത്തിച്ചു തരാൻ പ്രപഞ്ചം പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ ചിന്തയ്ക്കും ദൃഢനിശ്ചയത്തോടെ പറയുന്ന ഓരോ വാക്കിനും പ്രപഞ്ചം മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നോടുള്ള കൽപ്പനകളാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുള്ള കാര്യമാണോ അതോ വേണ്ടെന്നുള്ള കാര്യമാണോ എന്നത് പ്രപഞ്ചത്തിന് വിഷയമല്ല. നിങ്ങൾ അത് ചിന്തിക്കുകയോ പറയുകയോ ചെയ്താൽ നിങ്ങൾ അത് ആവശ്യപ്പെടുകയാണെന്ന് പ്രപഞ്ചം കരുതുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച നിയമം പ്രവർത്തിക്കുന്നത് കൃത്യമായും ഇങ്ങനെയാണ്. ഈ നിയമം നിങ്ങളുടെ മനസ്സിനോട് പ്രതികരിക്കുകയും നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും സ്വീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയിലൂടെയും പറയുന്ന വാക്കിലൂടെയും ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയും സൃഷ്ടി പ്രക്രിയയുടെ 1-ാം ഘട്ടം നിങ്ങൾ പൂർത്തിയാക്കുകയാണ്. ചോദിക്കുക, ആസ്ക്. പ്രപഞ്ച നിയമം ഉടനടി അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും. ഇന്ന് ആദ്യ ദിവസം ചെയ്ത നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പട്ടിക പരിശോധിച്ച് അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 10 ആഗ്രഹങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന 10 കാര്യങ്ങൾ. നിങ്ങളുടെ ഈ 10 ആഗ്രഹങ്ങൾക്ക് എത്ര രൂപ ചെലവാകുമെന്ന് കണക്കാക്കി ആകെ ഒരു തുക കണ്ടെത്തുക. ഇനി ശൂന്യമായൊരു ചെക്ക് എടുത്ത് നിങ്ങളുടെ പേര്, ഇന്നത്തെ തീയതി, 10 ആഗ്രഹങ്ങളുടെ ആകെ തുക എന്നിവ രേഖപ്പെടുത്തുക. അത്രമാത്രം മതി. ചെക്ക് പൂരിപ്പിക്കുന്ന ആ നിമിഷം തന്നെ പ്രപഞ്ചം പറയും, നിങ്ങളുടെ ആഗ്രഹമാണ് എന്റെ കൽപ്പന. കൂടാതെ അത് നിറവേറ്റുന്നതിനായി എല്ലാ കാര്യങ്ങളും ഉടനടി ചലിപ്പിച്ചു തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനുള്ള പണമോ അല്ലെങ്കിൽ ആ ആഗ്രഹം നേരിട്ടോ ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒന്ന് നിറവേറ്റാൻ സഹായിക്കുന്ന പണം ലഭിക്കുമ്പോൾ നിങ്ങളുടെ പട്ടികയിൽ നിന്ന് ആ ആഗ്രഹം വെട്ടിമാറ്റാനും ആകെ തുകയിൽ നിന്ന് ആ തുക കുറയ്ക്കാനും ശ്രദ്ധിക്കുക. ആഗ്രഹം എങ്ങനെ സാധ്യമാകും, പണം എവിടെ നിന്ന് വരും എന്നോർത്ത് സംശയിക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യരുത്. പ്രപഞ്ചത്തിന് അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തരാനുള്ള വഴികൾ അറിയാമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ അത് വരാനായി കാത്തിരിക്കുക. പിന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ മാത്രമേ ചെയ്യാവൂ.